എൽ ഡി എല്ലിൻ്റെ വേറെ പേര് ചീത്തക്കൊഴുപ്പ്, ചീത്ത കൊളസ്ട്രോൾ എന്നാണ്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ശരിയല്ല. നമ്മുടെ ലിവറിൽ ഉണ്ടാക്കുന്ന എൽ ഡി എൽ കൊളസ്ട്രോളും ടി ജി എല്ലും ഫോസ്ഫോലിപ്പിഡ്സും കൂട്ടിച്ചേർക്കും. ഇത് ബ്ലഡിൽ ചാടി ഒഴുകിപ്പോയിട്ട് സെക്സ് ഹോർമോൺസ്, സ്റ്റീറോയിഡ് ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് കൊളസ്ട്രോൾ സപ്ലൈ ചെയ്യുക. മസിൽസിൻ്റെ അകത്ത് ഗ്ലൂക്കോസ് എനർജിക്ക് എടുത്ത് കഴിഞ്ഞ് വീണ്ടും എനർജി വേണമെങ്കിൽ ടി ജി എൽ കൊഴുപ്പാണ് എനർജിക്ക് എടുക്കുക. ആ ടി ജി എൽ കൊഴുപ്പ് എടുത്ത് പോകുന്നതനുസരിച്ച് എൽ ഡി എൽ ബ്ലഡിൽ നിന്നും മസിൽസിലേക്ക് ടി ജി എൽ കൊടുത്തുകൊണ്ടിരിക്കും. സോ ഇവിടെ പ്രോബ്ലം എൽ ഡി എൽ എപ്പോഴാണ് ചീത്തയാകുന്നത്? അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആക്കാനുള്ള അധ്വാനമോ വ്യായാമമുള്ള ഒരാൾക്കും എൽ ഡി എൽ ചീത്തക്കൊഴുപ്പല്ല, അതൊരു സപ്ലൈ വെഹിക്കിൾ മാത്രം. അതേസമയം അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസ് പോലും എനർജി ആക്കാനുള്ള അധ്വാനമോ വ്യായാമം ഇല്ലാത്ത ഒരാൾക്ക് ബ്ലഡിലെ ടി ജി എൽ മസിൽസിലേക്ക് കടക്കാതെ എൽ ഡി എല്ലിൻ്റെ അകത്ത് തന്നെ കിടക്കും. എൽ ഡി എല്ലിൻ്റെ അളവ് കൂടും, ബ്ലഡിലും എൽ ഡി എല്ലിൻ്റെ അകത്തും ടി ജി എല്ലിൻ്റെ അളവ് കൂടും, ഒപ്പം കൊളസ്ട്രോളും അവിടെ കെട്ടിക്കിടക്കുന്നു. സോ ഇതോടെ ബ്ലഡിലെ എൽ ഡി എൽ കൂടുന്നു, ടി ജി എൽ കൂടുന്നു, കൊളസ്ട്രോൾ കൂടുന്നു. ടി ജി എൽ കൂടിയാൽ എൽ ഡി എൽ വിൽ ബി ഓക്സിഡൈസ്ഡ്, സ്മോളർ ഇൻ സൈസ്, അത് ചെറുതായിട്ട് അതിൻ്റെ ഡെൻസിറ്റി കൂടും, സാന്ദ്രത കൂടി ഒരു വെടിയുണ്ട പോലെയാകും. സോ അത് പെട്ടെന്ന് തുളച്ച് കയറി പെനിട്രേറ്റിംഗ് പവർ കൂടും. അത് രക്തക്കള്ളിൻ്റെ ഭിത്തിയിലേക്ക് വേഗം തുളച്ച് കയറി ബ്ലോക്ക് സൃഷ്ടിച്ചിട്ടേയിരിക്കും. 4-5 വയസ്സ് പ്രായം കഴിയുമ്പോൾ തന്നെ കൊഴുപ്പടിയാൻ തുടങ്ങുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. പ്രായം കൂടുന്തോറും രക്തക്കൊല്ല് നിറയെ അടിഞ്ഞുകൂടി ഒരു മുരിങ്ങാക്കോലിൻ്റെ അവസ്ഥ രക്തക്കൊല്ലിൻ്റെ ഭിത്തി നിറയെ ബ്ലോക്കുകൾ നിറയും, പല വലുപ്പത്തിൽ. അതാണ് എൻജിയോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ 70% ബ്ലോക്ക്, 40% ബ്ലോക്ക്, 100 കണക്കിന് 16 30-20% ബ്ലോക്കുകൾ ഉണ്ടെന്ന് ഓർക്കുക. സോ ഈ അടിഞ്ഞുകൂടുന്ന തുറുമേതസ് ഇപ്പോഴാണ് ഇത് എൽ ഡി എൽ ബാഡ് കൊളസ്ട്രോൾ ആയത്. അതേസമയം അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആക്കാനുള്ള വ്യായാമം ചെയ്യുന്നതിന് ഇത് ബാഡ് കൊളസ്ട്രോൾ അല്ല, ഇറ്റ്സ് ഓൺലി സപ്ലൈ വെഹിക്കിൾ.